ഗവർണറുടെ വിഷയത്തിൽ കേന്ദ്രം ശക്തമായി തന്നെ ഇടപെടുന്നു. ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, മുമ്പ് SR ബൊമ്മെ കേസിൽ 356 വകുപ്പ്, അത് പിരിച്ചുവിടാൻ, ഗവർണറെ ആക്രമിച്ചാൽ പിരിച്ചുവിടാൻ, ആ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് എന്ന് കൂടി പറയുന്ന ഒരു വിധി നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഗവർണറെ പരസ്യമായി തന്നെ വധഭീഷണികൾ ഉൾപ്പെടെ മുഴക്കിക്കൊണ്ട് ഒരു പറ്റം SFIക്കാർ രംഗത്തെത്തുന്നു. CPA വെട്ടിയ നാടാണ് എന്ന് ബാനർ ഉയർത്തുന്നു. പരസ്യമായി തന്നെ ഒരു കൊലവിളിയായി തന്നെയാണ് ഇതിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഗൗരവമായി തന്നെ കാണുന്നത്. ഏതായാലും ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശക്തമായ ഒരു നടപടി ഉണ്ടാകും. ഇനി മുതൽ സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയുടെ സുരക്ഷ ഗവർണർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോട് വിശദമായി തന്നെ റിപ്പോർട്ട് ഉടനടി നൽകാൻ കേന്ദ്രം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കാരണം ഗവർണർ ഒരു പരമോന്നതമായ പദവിയാണ്, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. ആ തലവനെതിരെയാണ് കൊലവിളിയുമായി ഇല്ലെങ്കിൽ ആ തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതിന് സമാനമായൊരു രീതിയിലുള്ള നീക്കം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ഇതുപോലെ ധൻഗറിനെതിരെയുള്ള അക്രമ പരമ്പരകൾ കണ്ടിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേന്ദ്രം ഇതിനെയും നോക്കിക്കാണുന്നത്. ഏതായാലും കേന്ദ്രം ശക്തമായി ഇടപെടുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.